പട്ടാളമാണ് മ്യാൻമാർ ഭരിക്കുന്നത്. പട്ടാളം ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ചൈനയുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട് എന്നാണ് സൂചനകൾ. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് പട്ടാള അട്ടിമറിയൊന്നും ചൈന സ്വാഗതം ചെയ്യുന്ന വേഗത്തിൽ സ്വാഗതം ചെയ്യാൻ ഇന്ത്യക്ക് പറ്റില്ല. നയതന്ത്ര ചാനലുകൾ വഴി ഇന്ത്യ മ്യാൻമാറുമായിട്ടും മ്യാൻമാർ മിലിറ്ററിയുമായിട്ടും നല്ല റിലേഷൻസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മ്യാൻമാറിൽ 1-2 പോർട്ടുകൾ പ്ലാൻ ചെയ്തിരുന്നു. ഓൾറെഡി നമുക്ക് ഒരു പോർട്ട് മ്യാൻമാറിലുണ്ട്. അതിന് പുറമെ പട്ടാള അട്ടിമറി നടന്നതിന് ശേഷം ഇന്ത്യ ഒരു പോർട്ട് എടുക്കാൻ ശ്രമിച്ചിരുന്നു, അദാനി ഗ്രൂപ്പിനെ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷെ അന്ന് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഈ ജനാധിപത്യവാദികളായിട്ടുള്ള ആളുകൾ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരികയും യൂറോപ്പും അമേരിക്കയും പോലും അതിനെതിരെ സംസാരിക്കുകയും അങ്ങനെ ആ പ്രോജക്റ്റ് അദാനി പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഈ മിലിറ്ററിക്ക് നമ്മൾ ഫണ്ട് ചെയ്യുന്നു, അതായത് ജനങ്ങൾക്കെതിരെ പോരാടാൻ മിലിറ്ററിക്ക് ഫണ്ട് ചെയ്യുന്നു. ഒരു ജനാധിപത്യ രാജ്യം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു പ്രഷർ ഇന്ത്യയുടെ മേൽ വന്നു. അപ്പോൾ അത് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷനെ ബാധിക്കുന്ന കാര്യമാണ്. പട്ടാള അട്ടിമറിയെ നമുക്കും ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ജനാധിപത്യത്തെ അവിടെ തകർത്തുകൊണ്ടാണല്ലോ പട്ടാളം ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ആ ഒരു പ്രോജക്റ്റിൽ നിന്നും പിന്മാറി എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനി രഹസ്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ മ്യാൻമാർ റിലേഷൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ അമേരിക്കയിൽ ഭരണം മാറിയതോടുകൂടി ചൈന ഈ ഇപ്പോഴത്തെ മ്യാൻമാർ പട്ടാളത്തിന് കുറച്ച് ആയുധങ്ങളും ഫണ്ടുമൊക്കെ നൽകിയെന്ന് സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ചൈന ഈ നൽകിയ ആയുധങ്ങളും ഫണ്ടുമൊക്കെ ഉപയോഗിച്ചിട്ട് മ്യാൻമാർ പട്ടാളം ഈ നമ്മുടെ അരാക്കൻ ആർമി ഉണ്ടല്ലോ, റഖൈൻ സ്റ്റേറ്റിലുള്ള അരാക്കൻ ആർമി, അവർക്കെതിരെ ആക്രമണം നടത്തി. നേരത്തെ ചൈന നയതന്ത്ര തലങ്ങളിലൂടെയും അവരുടെ ഏജൻസികളെ ഉപയോഗിച്ചും അരാക്കൻ ആർമിയുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു. ചൈനയ്ക്ക് ഈ റഖൈൻ സ്റ്റേറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ക്യാപ്യൂ എന്ന് പറയുന്ന ഒരു എക്കണോമിക് സോൺ, അവിടെ ഒരു പോർട്ടും ഒരു എക്കണോമിക് സോണായിട്ട് അവരൊരു റീജിയൻ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചൈനയ്ക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യക്ക് ഇതേ റഖൈൻ സ്റ്റേറ്റിൽ തന്നെ സിറ്റ്വേ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടുണ്ട്. ഈ സിറ്റ്വേ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ ഒരു വലിയ വിഷന്റെ ഒരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. നമ്മുടെ കൊൽക്കത്തയിൽ നിന്ന് ചരക്ക് നമുക്ക് നേരെ സിറ്റ്വേ പോർട്ടിലേക്ക് എത്തിക്കണം. സിറ്റ്വേ പോർട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനത്തിലേക്ക് ഒരു കോറിഡോർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ സിറ്റ്വേ പോർട്ടിൽ നിന്ന് നേരെ നമ്മുടെ മിസോറാം, ത്രിപുര, അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ചരക്ക് നീക്കം നടക്കണം. നമുക്ക് ഈ ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്നത് എന്നും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, അതുവഴിയുള്ള ചരക്ക് നീക്കം. കാരണം ഒരുപാട് ചുറ്റി വളഞ്ഞു പോകണം. അതിന് നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ മറികടക്കാൻ കഴിയും. അപ്പോൾ ഈ സിറ്റ്വേ പോർട്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അരാക്കൻ ആർമി റഖൈൻ സ്റ്റേറ്റ് പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ചാനലുകളും ചൈനയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരും ഈ ഒരു ഗ്രൂപ്പുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞിരുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും പോർട്ടുകൾ അവർ സംരക്ഷിക്കും, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില വാർത്തകൾ അനുസരിച്ച് ഈ അരാക്കൻ ആർമി ചൈനയുടെ എക്കണോമിക് സോണിൽ ആക്രമണം നടത്തിയിരിക്കുന്നുവെന്നും ചൈനീസ് പോർട്ടിനെ ആക്രമിച്ചു എന്നുമാണ് സൂചന. മാർച്ച് 6-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് അരാക്കൻ ആർമിയുടെ വേർഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. മ്യാൻമാറിലെ പട്ടാളം വലിയൊരു ആക്രമണം അരാക്കൻ ആർമിക്ക് നേരെ നടത്തി. ഈ ആക്രമണം നടക്കുന്നത് ചൈനയുടെ എക്കണോമിക് സോണിന് സമീപത്താണ്. അതായത് ചൈനയുടെ ഈ ഒരു പോർട്ട് നിൽക്കുന്ന ആ ഒരു ഏരിയയുടെ ഭാഗത്താണ്. വലിയ നാശനഷ്ടങ്ങൾ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില സ്വതന്ത്ര റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ഈ അരാക്കൻ ആർമി ഫൈറ്റേഴ്സ് ഈ ചൈനീസ് പോർട്ടിന് ഒപ്പമുള്ള ഒരു നേവൽ ബേസ് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ചൈനയുടെ ഈ പോർട്ടും ഇവർ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വലിയ ഫൈറ്റ് നടന്നിട്ടുണ്ടെന്നും ഈ മ്യാൻമാർ മിലിറ്ററിക്ക് ചൈന ഫണ്ട് ചെയ്തിട്ടുണ്ട്, ആയുധങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ അരാക്കൻ ആർമിയെ നേരിടുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ചൈനയോടുള്ള ഒരു കലിപ്പ് ഇപ്പോൾ അരാക്കൻ ആർമിക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് സൂചന. അതായത് അരാക്കൻ ആർമിയും ചൈനയും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. കാരണം ചൈന ഇപ്പോൾ മിലിറ്ററിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒപ്പം അരാക്കൻ ആർമിയുമായിട്ടുള്ള റിലേഷൻസിൽ നമുക്കറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്ത്യയും AI ഫൈറ്റേഴ്സും അല്ലെങ്കിൽ അരാക്കൻ ആർമിയും തമ്മിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് സൂചനകൾ. അപ്പോൾ അതായത് ഇപ്പോൾ ചൈനയുടെ പോർട്ടും അവിടെ ഉണ്ടായിരുന്ന നേവൽ ബേസും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇത് മേഖലയിൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.